ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കെം ലേണേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് പോളിമറൈസേഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോളിമേഴ്സ് എന്താണെന്നും അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ അത് കാണുക. നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് ഇനി കടക്കുകയാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പോളിമറൈസേഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പോളിമറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്ത് തരാം. അതായത് മോണോമേഴ്സ് യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്ത് അവരെ ലിങ്ക് ചെയ്തിട്ട് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ജയിന്റ് മോളിക്യൂൾ ഫോം ചെയ്യുക. ഇത് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക കമ്പയർഡ് ടു മോണോമേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ മോണോമേഴ്സ് ചേർന്ന് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു വലിയ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അതാണ് പോളിമർ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ പോളിമറൈസേഷൻ പ്രോസസ്സ് നടക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് 5 ടൈപ്സിലുള്ള പോളിമറൈസേഷൻ പ്രോസസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അയോണിക് പോളിമറൈസേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോർഡിനേഷൻ പോളിമറൈസേഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ അല്ലെങ്കിൽ ROP എന്ന് പറയും. പിന്നെ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പോളിമറൈസേഷൻ GTP. സോ ഇത്രയും പോളിമറൈസേഷൻസ് ആണ് നമ്മൾ ഈ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ലൈഡ്സ്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ പോളിമറൈസേഷൻ എന്താണെന്നുള്ളത് കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ. സോ ഫ്രീ റാഡിക്കൽ ബേസ് ചെയ്ത് വരുന്ന ഒരു പോളിമറൈസേഷൻ ആണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് മെയിൻലി 3 സ്റ്റെപ്സിലൂടെയാണ് അത് നമ്മൾ പറയുക. ഒരു ഫ്രീ റാഡിക്കൽ ആണോ അതിന് 3 സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, അത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പാണ്. ഇനീഷ്യേറ്റ് ചെയ്യുക, അതായത് തുടക്കം കുറിക്കുക, അതായത് ഒന്ന് ആരംഭിക്കുക, ആ ഒരു മീനിങ്ങിലാണ്. ദെൻ ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, അതായത് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതിങ്ങനെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക, തുടരുക, അത് ആ ഒരു മീനിങ്ങിലാണ്. നെക്സ്റ്റ് ചെയിൻ ടെർമിനേഷൻ. സോ ടെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു സംഭവം, ആ ഒരു ചെയിനെ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക, അതായത് അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. റിയാക്ഷൻ ഇങ്ങനെ നടന്നു പോയാൽ കാര്യമായിട്ട് നമുക്ക് എളുപ്പം അത് പറ്റില്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു പോയിന്റിൽ. സോ അതിനെയാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുക. അപ്പം മെയിനായിട്ട് നമുക്ക് 3 സ്റ്റെപ്സുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ചെയിൻ ഇനിഷ്യേഷൻ ഉണ്ട്, ചെയിൻ പ്രൊപ്പഗേഷൻ ഉണ്ട്, ചെയിൻ ടെർമിനേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷനിൽ വരുന്ന 3 സ്റ്റെപ്സുകൾ. ഇനി അടുത്തതായിട്ട് ഓരോ സ്റ്റെപ്സുകളെയും പറ്റിയിട്ട് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. അപ്പോൾ എന്താ ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പ്? ഈ ഒരു മീനിങ്ങിൽ തന്നെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ഇൻഫ്ലുവൻസിലാണ്, ഹീറ്റോ ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റിന്റെ ഒക്കെ പ്രസൻസിൽ ഇനീഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനീഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇനീഷ്യേറ്റേഴ്സ്. അതെന്ന് പറയുന്നത് എന്താണ്, ഹാലജൻസ് ഉണ്ട്, അസോ കോമ്പൗണ്ട്സ് ഉണ്ട്. അസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ്, അപ്പോൾ അതുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഓർഗാനിക് പെറോക്സൈഡ്സുകൾ ഉണ്ട്. പെറോക്സൈഡ്സ് എന്ന് പറയുമ്പോൾ CO ലിങ്കേജ് വരുന്നതാണ്, അതായത് ഇപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡുകൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെർഷ്യറി ബ്യൂട്ടൈൽ പെറോക്സൈഡുകൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഓർഗാനിക് പെറോക്സൈഡ്സുകൾ ഉണ്ട്. അപ്പം പെറോക്സൈഡ്സുകളുടെ പ്രസൻസിൽ ഓർഗാനിക് ആസ് വെൽ ആസ് ഇൻഓർഗാനിക്കും പിന്നെ അതേപോലെ തന്നെ ഹാലജൻസ്, അസോ കോമ്പൗണ്ട്സ്, ഇതിൻ്റെയൊക്കെ പ്രസൻസിലായിരിക്കും ഇനീഷ്യേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്നത് സാധാരണ ഫ്രീ റാഡിക്കൽ ആഡ് ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളിലേക്കായിരിക്കും. അൺസാച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വരാം, അതായത് സാച്ചുറേറ്റഡ് അല്ലാത്ത കോമ്പൗണ്ട്സ്, അങ്ങനത്തേലൊക്കെ ആയിരിക്കും ഇനീഷ്യേഷൻ സ്റ്റെപ്പ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് റിമെമ്പർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, പ്രൊപ്പഗേറ്റ് ചെയ്യണം, അതിനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതെന്താണ് അതിൽ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റർ അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ പ്രോസസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് ഓരോ മോണോമേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരാണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ മോണോമേഴ്സും പുതിയതായി ഇങ്ങനെ ആഡ് ചെയ്ത് അത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടർന്നുകൊണ്ടേയിരിക്കണം. എന്നാലാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഇൻഫോർമേഷൻ വി ഗെറ്റ് ഫ്രം ദി സ്ലൈഡ്. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പാണ്, അതായത് ലാസ്റ്റത്തെ ഈ ഫ്രീ റാഡിക്കലിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ചെയിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ കോമ്പിനേഷൻ വഴി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അതായത് ഉണ്ടാകുന്ന രണ്ടെണ്ണത്തിനെ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സബ്സ്റ്റൻസിനെ തന്നെ ഓക്സിഡൈസ് ചെയ്യാനും പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ടും പറ്റും, ഏകദേശം റിഡോക്സ് റിയാക്ഷൻ പോലത്തെ. അപ്പം അതിനെയാണ് നമ്മൾ, അപ്പോൾ അങ്ങനെയോ ഡിസ്പ്രൊപ്പോർഷനേഷനിലൂടെയോ അല്ലെങ്കിൽ കോമ്പിനേഷനിലൂടെയോ ചെയിൻ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. സോ അതാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു മെക്കാനിസം ഓഫ് പോളിമറൈസേഷൻ ഓഫ് എത്തീൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ബെൻസോയിൽ പെറോക്സൈഡിന്റെ പ്രസൻസിൽ നടക്കുന്നു. അപ്പോൾ ഇതിൽ ഈ 3 സ്റ്റെപ്സുകൾ കൊടുത്തിട്ടുണ്ട്, ചെയിൻ പ്രൊപ്പഗേഷനും ഫസ്റ്റ് വൺ ചെയിൻ ഇനീഷ്യേഷൻ, ദെൻ പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. സോ അത്രയും സ്റ്റെപ്സുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. സോ അത് നമ്മളൊന്ന് നോക്കി വെക്കാം. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്നുള്ള രീതിയിലാണ് ബെൻസോയിൽ പെറോക്സൈഡ് വെച്ചിട്ടാണ് വരുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത് ഒന്ന് നോക്കി വയ്ക്കുക. ബെൻസോയിൽ പെറോക്സൈഡ് ആണ് ഇനിഷ്യേറ്റ് ചെയ്തത്. അങ്ങനെ 3 സ്റ്റെപ്സുകളായിട്ട് ഇത് നടക്കുന്നു. അപ്പോൾ അതിത് എന്താണ്, ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റെപ്പാണ്. പിന്നീട് അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു, അതായത് റിയാക്ഷൻ അങ്ങോട്ട് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. സോ അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്തൊരു പോളിമറൈസേഷനിലേക്ക് കടന്നു, അതാണ് അയോണിക് പോളിമറൈസേഷൻ. സോ അയോണിക് എന്ന് പറയുമ്പോൾ അയോൺസിന്റെ പ്രസൻസിൽ വരുന്ന പോളിമറൈസേഷൻ ആണ്. അയോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൈപ്സിൽ പറയുമല്ലോ, ആനിയോൺസും കാറ്റിയോൺസും. അങ്ങനെ വരുന്ന പോളിമറൈസേഷനാണ് നമ്മൾ അയോണിക് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ്. പിന്നെ ഇവിടെ കാരിയേഴ്സ് ആയിട്ട് വരുന്നത് കാർബീനിയം അയോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കാറ്റോണിക് പോളിമറൈസേഷൻ എന്നും, കാർബാനിയോൺസ് ആണെങ്കിൽ അതിനെ ആനിയോണിക് പോളിമറൈസേഷൻ എന്നും പറയുന്നു. ഈ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാറ്റോണിക്, എന്താണ് ആനിയോണിക് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. സോ കാറ്റോണിക് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കാറ്റലൈസ് ചെയ്യുന്നത് ബ്രോൺസ്റ്റഡ് ആസിഡ്സ്, ലൂയിസ് ആസിഡ്സ് അങ്ങനത്തെ പ്രസൻസിലാണ്. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഐസോബ്യൂട്ടലിൻ എന്ന് പറയുന്നതിന് കാറ്റോണിക് പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ട് പോളി ഐസോബ്യൂട്ടലിൻ ആകുന്നു. അപ്പോൾ ഐസോബ്യൂട്ടലിൻ വിച്ച് ഇസ് ദ മോണോമർ which undergoes cationic polymerization forming polyisobutylene which is a polymer. അപ്പോൾ അതാണ് കാറ്റോണിക് പോളിമറൈസേഷൻ ആയിട്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ടും ഇതായിട്ടും കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് അയോണിക് പോളിമറൈസേഷനിൽ വരുന്ന ആനിയോണിക് പോളിമറൈസേഷൻ ആണ്. ആനിയോണിക് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ കാർബാനിയോൺസ് ആണ് അവിടെ കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള COR, COR, CN, സൈനൈഡ് ഗ്രൂപ്പ്സ് അങ്ങനത്തെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ഇതിലെ അങ്ങനത്തെ പ്രസൻസ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സുകൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തേലാണ് ആനിയോണിക് പോളിമറൈസേഷൻ ഒക്കേഴ്സ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു ഫസ്റ്റ് ആനിയോണിക് പോളിമറൈസേഷൻ കാണിച്ചത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഥൈൽ അക്രിലോനൈട്രിൽ ആയിരുന്നു. സോഡിയം വെച്ചിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയയിൽ അറ്റ് -75 ഡിഗ്രി സെൽഷ്യസിൽ. സോ അതൊന്നൊരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ്. പിന്നെ ബ്യൂണ എസ് ടൈപ്പ് റബ്ബേഴ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും ഈ ഒരു ആനിയോണിക് പോളിമറൈസേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് അതിൻ്റെ ആ ഒരു ആനിയോണിക് പോളിമറൈസേഷൻ ആണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊന്ന് നോക്കി വെച്ചിരിക്കാം ഈ ഒരു ഭാഗങ്ങൾ. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്, ആനിയോണിക് പോളിമറൈസേഷൻ എന്താണെന്നും കാര്യങ്ങളും ആണ്. പിന്നെ എക്സാമ്പിളും ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി നമ്മൾ തേർഡ് പോളിമറൈസേഷൻ ആയിട്ടുള്ള കോർഡിനേഷൻ പോളിമറൈസേഷനിലേക്ക് കടന്നു. അപ്പോൾ കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ അതുവഴി ഒക്കർ ചെയ്യുന്ന ഒരു പോളിമറൈസേഷനാണ് കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ്, സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സെന്ററുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റീരിയോ റെഗുലർ പോളിമേഴ്സ് അങ്ങനത്തെ സിന്തസൈസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിമറൈസേഷനെയാണ് കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്താന്ന് പറയുന്നുണ്ട്. സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ട്രൈ ഇഥൈൽ അലുമിനിയം അതേപോലെ തന്നെ ടൈറ്റാനിയം ടെട്രാ ക്ലോറൈഡും കൂടി ചേരുമ്പോഴാണ് അതിനെയാണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രൈ ഇഥൈൽ അലുമിനിയം എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രൈ ഇഥൈൽ അലുമിനിയം, ദിസ് ഈസ് ദ ട്രൈ ഇഥൈൽ അലുമിനിയം, അതായത് അലുമിനിയം സെന്ററിൽ പിന്നെ 3 ഈഥൈൽ ഗ്രൂപ്പ്സ്. ഈഥൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് CH2 CH3 ആണ്. അപ്പോൾ അങ്ങനെ 3 ഈഥൈൽ ഗ്രൂപ്പ്സും അലുമിനിയം കൂടി ചേർന്നാൽ ട്രൈ ഇഥൈൽ അലുമിനിയം. അതും ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. അപ്പോൾ ടൈറ്റാനിയം വിച്ച് ഈസ് ദ സെൻട്രൽ മെറ്റൽ,
ടെട്രാക്ലോറൈഡ്. സോ 4 ക്ലോറിൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആയി, അതായത് TiCl4. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ച് വരുമ്പോൾ എന്താ കിട്ടുക? അതിനെയാണ് നമ്മൾ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് വെച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ് എന്ത്? കോർഡിനേഷൻ പോളിമറൈസേഷൻ. അപ്പം കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർമ്മ വരേണ്ടത് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് വെച്ച് വരുന്ന, അതായത് ഒരു ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള സീഗ്ലർ നാറ്റ വെച്ചിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ്. ഇതുവഴി സ്റ്റീരിയോ റെഗുലർ പോളിമേഴ്സ് കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യാനായിട്ടാണ് വരുന്നത്. വാട്ട് ഈസ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്? ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് വിത്ത് ട്രൈഇഥൈൽ അലുമിനിയം, അതിനെയാണ് നമ്മൾ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തീന് പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോളിമറൈസേഷൻ കുറച്ച് എന്താവും, എളുപ്പം ടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് പോളിത്തീൻ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മോണോമർ ആണ് എത്തീൻ മോളിക്യൂൾ വിച്ച് അണ്ടർഗോസ് പോളിമറൈസേഷൻ ഫോമിംഗ് ദ പോളിത്തീൻ വിച്ച് ഈസ് എ പോളിമർ. ഇനി സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിന്റെ കുറച്ച് അഡ്വാൻറ്റേജസുകളാണ് പറയുന്നത്. കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് കോർഡിനേഷനിൽ ഉപയോഗിക്കുമ്പോൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പോളിമറൈസേഷൻ ഓഫ് ഒലിഫീൻസിനെ ഹെൽപ്പ് ചെയ്യും. ഒലിഫീൻസ് വിച്ച് ഈസ് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒലിഫീനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്, ഇങ്ങനെ അൺസാച്ചുറേഷൻ വരുന്ന കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കോമ്പൗണ്ട്സിനൊക്കെ പോളിമറൈസേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? പോളിമർ ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ എത്തീൻ എന്ന് പറയുന്നത് എന്താ? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. സോ അവിടെ ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒലിഫീനിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതിന് പോളിമറൈസേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു പോളിമർ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റീരിയോ റെഗുലർ പോളിമേഴ്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റീരിയോ സ്പെസിഫിക് എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിൽ പറയാറില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കണം. സ്റ്റീരിയോ റെഗുലർ ആയിട്ടുള്ള പോളിമേഴ്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് ആണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ സിസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഫോം ചെയ്യുക. സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ സിസ്റ്റും ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ വരുന്നതാണ് സിസ് ട്രാൻസ്. സിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമിലർ ഗ്രൂപ്പ്സുകൾ സെയിം സൈഡിൽ കാണപ്പെടാം. ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഹൈഡ്രജൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ സപ്പോസ് നിങ്ങൾ നോക്കും, ഈ ഒരു ഭാഗത്തും ഈ ഒരു ഹൈഡ്രജൻ ഇല്ലേ, ഇവിടെ ഹൈഡ്രജൻ അല്ല എന്ന് വെക്കാം. അതായത് ഇപ്പൊ ഇവിടെ CH3 ആണെന്ന് വെക്കാം. ഈ ഒരു ഇവിടെ പൊസിഷനിൽ CH3 ആണെന്ന് വെക്കാം. പിന്നെ ഇവിടെയും ഈ ഹൈഡ്രജൻ ഉള്ളിടത്ത് ഇവിടെയും CH3 ആണെന്ന് വെക്കാം. അപ്പം ഇവിടെ സിമിലർ ഗ്രൂപ്പ്സുകൾ സെയിം സൈഡിൽ വന്നു. ഇവിടെ രണ്ട് ഹൈഡ്രജൻ സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വരാണെങ്കിൽ വിച്ച് ഇസ് സിസ്. അതേസമയം ഇവിടെ CH3 ഗ്രൂപ്പ് വന്നു, ഇവിടെയാണ് CH3 വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? സിമിലർ ഗ്രൂപ്പ്സുകൾ ഡിഫറെന്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിനെ ട്രാൻസ് എന്ന് പറയുന്നു. പക്ഷേ ഈ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സുകളും അല്ലെങ്കിൽ എല്ലാ പോളിമേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ സിസ് ടൈപ്പ് ആയിരിക്കും. അതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ സിസ് പ്രൊഡക്ട്സുകൾ ഫോം ചെയ്യാൻ പറ്റും, സ്റ്റീരിയോ റെഗുലർ പോളിമേഴ്സ് ഫോം ചെയ്യാൻ പറ്റും, ഒലിഫീനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളെ പോളിമറൈസേഷൻ നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഫോർത്ത് പോളിമറൈസേഷനിലേക്കാണ് ഇനി പോകുന്നത്. അപ്പം അതെന്ന് പറയുന്നത് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ ആണ്, ROP എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ ഈസ് എ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ്. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആനിയോൺസ് ആകാം, കാറ്റോൺസ് ആകാം, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഒക്കെ വരാം. ഇപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള ടൈപ്പിൽ വരുന്ന മോണോമേഴ്സിനാണ് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ നടക്കുക. അപ്പോൾ സൈക്ലിക് ഫോം, അതിന്റെ സൈക്കിൾ ആയിട്ടുള്ള റിംഗ് ആയിട്ടുള്ള ഫോം എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യപ്പെടുന്നു. അതാണ് അവിടെ റിങ്ങിന് ഓപ്പൺ സംഭവിക്കുന്നു. അതാണ് റിങ് ഓപ്പൺ ആയി വരുന്നു. അതിനെയാണ് നമ്മൾ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സൈക്ലിക് മോണോമേഴ്സ് ആയിട്ടുള്ള കാപ്രോലാക്ടോൺ, കാപ്രോലാക്ടോൺ അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാപ്രോലാക്ടോൺ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ വരുന്നത്. കാപ്രോലാക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? NH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, പിന്നെ ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഈ കാപ്രോലാക്ടോണും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അത് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ ആണ്. നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷനിൽ തന്നെ വരുന്ന 3 ടൈപ്സ് ആണ്. കാറ്റോണിക് ആയിട്ടുള്ള റിംഗ് ഓപ്പണിംഗ് വരാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CROP എന്ന് പറയും. ആനിയോണിക് ആണെന്നുണ്ടെങ്കിൽ AROP എന്ന് പറയും. പിന്നെ റാഡിക്കൽ ആയിട്ടുള്ള റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ ഉണ്ട്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ കാറ്റോണിക് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ? അപ്പോൾ കാറ്റോണിക് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ലൂയിസ് ആസിഡ്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് റിയാജൻസുകളാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് ലവിങ് സ്പീഷീസ് ആണ്. സോ അങ്ങനത്തെ റിയാജൻസ് വഴി വരാം. പിന്നെ സൈക്ലിക് മോണോമേഴ്സ് വഴി വരാം. അതൊക്കെയാണ് അവിടെ വരുന്നത്.
പിന്നെ പിന്നെ ആനോണിക് ആയിട്ടുള്ള റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ. ആനോണിക് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയോഫിലിക് ആവും. മറ്റേ കാറ്റോണിക് വരുന്ന സമയത്ത് ഇലക്ട്രോഫിലിക് ആയിരുന്നു. ആനോണിക് വരുന്ന സമയത്ത് എന്താണ്? അവിടെ ന്യൂക്ലിയോഫിലിക് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് നൈലോൺ 6 അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ പോളി കാപ്രോലാക്ടോൺ അതൊക്കെയാണ്. അതിനെയാണ് PCL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് അവിടുത്തെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഈ സ്ലൈഡ്സിൽ എന്താണ് ആനോണിക്കെന്നും ആനോണിക്കിന് എക്സാമ്പിൾ പിന്നെ കാറ്റോണിക്കിന് എക്സാമ്പിൾ ഒക്കെയാണ് ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്രോലാക്റ്റത്തിന് ഇങ്ങനെ പോളിമറൈസേഷൻ നടത്തിയിട്ട് നൈലോൺ 6 ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നൈലോൺ 6ന്റെ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഇവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ പോളിമേഴ്സിന്, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ ആണ്. അപ്പോൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ റിംഗിലേക്ക് ആഡ് ചെയ്യപ്പെടാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് പോസിബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് നടക്കും എന്തിനേക്കാളും, കാർബൺ ഡബിൾ ബോണ്ടിനേക്കാളും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. PPT-യിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാനായിട്ടുള്ള രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ട്രാൻസ്ഫർ പോളിമറൈസേഷൻ ആണ്, GTP എന്ന് പറയും. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെത്താക്രിലേറ്റ് പോലത്തെ പോളിമറൈസേഷൻ ആണ് ഇത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതങ്ങനത്തേനാണ് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടഡ് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അങ്ങനത്തേലൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ റേഞ്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ ആ സ്റ്റെപ്സുകളൊക്കെ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു സിലയിൽ കീറ്റാൽ അസറ്റാൽ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊന്ന് എക്സാമ്പിൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ. അത്രയായാൽ നമുക്ക് എന്തായി, ഗ്രൂപ്പ് ട്രാൻസ്ഫർ പോളിമറൈസേഷൻ GTP ആയി. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് എന്താണെന്നും അതിൻ്റെ 2 ടൈപ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബൈ ഫങ്ഷണൽ മോണോമേഴ്സിൽ നിന്നായിരിക്കും. പിന്നെ ഈ റിയാക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ പോലത്തെ, വാട്ടർ HCl ഒക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യാതെയും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്, സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടറോ HCl പോലത്തെയൊക്കെ എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇങ്ങനെ എലിമിനേഷൻ ചെയ്യാതെയും നടക്കാം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ഒക്കേഴ്സ് ഇൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് 2 ടൈപ്സിൽ വരാന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് വിത്ത് എലിമിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് എലിമിനേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിനെ സ്റ്റെപ്പ് ഗ്രോത്ത് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, സ്മോൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടറോ HCl ഒക്കെ എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൈലോൺ 6ഉം നൈലോൺ 6 ഒക്കെയാണ്. പിന്നെ ഇത് ബൈ ഫങ്ഷണൽ, അതേപോലെ തന്നെ പോളി ഫങ്ഷണൽ. ബൈ ഫങ്ഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ മീൻസ് 2, ഇപ്പൊ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ളതിലോ, പോളി മീൻസ് മിനി, പോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം കുറെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ള മോണോമേഴ്സിലൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കാം. എക്സാമ്പിൾ ആയിട്ടുള്ളതെന്ന് ഓർത്തിരിക്കാം, നൈലോൺ 6, നൈലോൺ 6, ബേക്കലൈറ്റ്, കെവ്ലാർ, ടെറിലിൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു നൈലോൺ 6 ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നൈലോൺ 6 ഫോം ചെയ്യുന്നത് അഡിപ്പിക് ആസിഡും അതേപോലെ തന്നെ ഹെക്സാമെത്തിലും ഡയമീനും കൂടിയിട്ടാണ്. ഇവിടെ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു ബൈ ദ എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ HCl പോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നൈലോൺ 6ന്റെ ഫോർമേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ് വിത്തൗട്ട് എലിമിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ്. അതായത് സിമ്പിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള വാട്ടർ HCl ഒന്ന് എലിമിനേറ്റ് ചെയ്യാതെ എങ്ങനെ കണ്ടൻസേഷൻ നടക്കും, അതിനെ പറയുന്ന വേറൊരു പേരാണ് സ്റ്റെപ്പ് ഗ്രോത്ത് അഡീഷൻ. കണ്ടൻസേഷൻ അല്ല, ഇവിടെ അഡീഷൻ ആണ്. അപ്പോൾ അങ്ങനെ ടേക്ക് പ്ലേസ് ചെയ്യുന്ന അഡീഷൻ പോളിമറൈസേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ഒന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് സിന്തസിസ് ഓഫ് പോളിയൂറത്തേൻ ഫ്രം ഡയോളിസിൽ നിന്നും ഐസോസൈനേറ്റിൽ നിന്നും. അപ്പോൾ ആ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പോളിയൂറത്തിന്റെ സിന്തസിസ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കാം.
അപ്പം ഇതൊക്കെയാണ് ഇതിലത്തെ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഇപ്പൊ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സിൽ വരുന്ന 2 ടൈപ്പിൽ വരുന്നതാണ്. അതായത് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ HCl ഒക്കെ എലിമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇത് വരാം. അതല്ലാതെ എലിമിനേഷൻ ചെയ്യാതെ വരുന്ന ഒരു ടൈപ്പിലും വരാം. അപ്പോൾ ആ 2 ടൈപ്പിനുള്ള എക്സാമ്പിൾ പഠിക്കുക. എലിമിനേറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ നൈലോൺ 6,6ന്റെ ഫോർമേഷൻ ഹെക്സാമെത്തിലിൻ ഡൈയമീനും അഡിപ്പിക് ആസിഡും ഉള്ളത്. ഇനിയും എലിമിനേഷൻ ഒക്കേഴ്സ് ചെയ്യാതെ വരുന്ന പോളിയൂറത്തിന്റെ സിന്തസിസ് ഫ്രം ഡയോൾസിൽ നിന്നും ഡൈ ഐസോസൈനേറ്റിൽ നിന്നും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് പോളിമറൈസേഷനെ പറ്റിയിട്ടാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സിൽ പോളിമറൈസേഷൻ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഇതിൽ നിന്നും കിട്ടിയത്. ജസ്റ്റ് ആ ഒരു പോളിമറൈസേഷൻ ഏതൊക്കെ ടൈപ്പിലുണ്ടെന്നും അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ മെൻഷനിങ് മാത്രമേ ഇതിലുള്ളൂ. അപ്പം കോർഡിനേഷൻ പോളിമറൈസേഷനും അതേപോലെ തന്നെ ആനോണിക്, കാറ്റോണിക്, അങ്ങനെ അയോണിക് പോളിമറൈസേഷനെ പറ്റിയിട്ടും ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷനെ പറ്റിയിട്ടും ഗ്രൂപ്പ് ട്രാൻസ്ഫർ, അതേപോലെ തന്നെ റിംഗ് ഓപ്പണിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ പോളിമറൈസേഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു.